പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ചിട്ടുള്ള കണക്കുകളൊന്നും തന്നെ ഇതുവരെയായിട്ടും ഒരു ചാനലുകളും വ്യക്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഒരു കാരണം പെൻറ്റഗൺ തന്നെയാണ്. വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും വാണിങ്ങുകളും മാധ്യമ ലോകത്തേക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരത് പുറത്തുവിടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം NBC, ടൈംസ് നൗ പോലുള്ള ന്യൂസ് ചാനലുകൾ വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാർത്തയും അതിൻ്റെ ഒരു കണക്കുകളുമാണ് നിങ്ങൾ സൈഡിൽ കാണുന്ന ആ ചിത്രത്തിലുള്ളത്. അതായത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസുകൾ, ഏകദേശം 11ഓളം അമേരിക്കൻ ബേസുകളിൽ അവർക്കുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ $5 ബില്യൺ എന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ രൂപയിലേക്ക് ആക്കുമ്പോൾ 47,115 കോടി രൂപയാണ് അമേരിക്കക്ക് എയർബേസുകളിലായി മിഡിൽ ഈസ്റ്റിലെ 11 എയർബേസുകളിലായിട്ട് ആകെപ്പാടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം. അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് കുവൈറ്റിലെ സൈനിക താവളത്തിലാണ് എന്നുള്ളതാണ് കണക്ക്. കാരണം കുവൈറ്റിലെ സൈനിക താവളമാണ് ഈ 11 മിഡിൽ ഈസ്റ്റിലെ 11 സൈനിക താവളത്തിൽ നിന്ന് ടോപ്പായിട്ടുള്ള സൈനിക താവളം. അത്രയും വലിയ ഒരു സൈനിക താവളമാണ്. ഏകദേശം 35,000-ഓളം സൈനികർക്ക് താമസിക്കാൻ സൗകര്യമുള്ള എല്ലാ സംവിധാനങ്ങളുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, റഡാറുണ്ട്, അതുപോലെ തന്നെ മിസൈലുകളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുള്ള കുവൈറ്റിലെ സൈനിക താവളം. ആ സൈനിക താവളത്തിൽ കയറി ബോംബിട്ടു ഇറാൻ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതിലേറ്റവും എടുത്തു പറയാവുന്ന, പെൻറ്റഗണ് ഞെട്ടിത്തെറിച്ചു പോയത് ഈ കുവൈറ്റിലെ സൈനിക താവളത്തിൽ കയറി ഇറാൻ ഫൈറ്റർ ജെറ്റ് കൊണ്ട് F-5 ഫൈറ്റർ ജെറ്റ് കൊണ്ട് ബോംബിട്ടതാണ് അവർക്ക് ഏറ്റവും ഷോക്കായിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, 1960-70 കാലഘട്ടത്തിൽ അമേരിക്ക ഇറാന് വിറ്റതാണ് ഈ F-5 ഫൈറ്റർ ജെറ്റ്. ആ ഫൈറ്റർ ജെറ്റ് കൊണ്ട് അമേരിക്കയുടെ എല്ലാ പ്രതിരോധങ്ങളും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുവൈറ്റിലെ സൈനിക താവളത്തിൽ എയർ ഡിഫൻസ് സിസ്റ്റം, അമേരിക്കയുടെ US-ന്റെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേര് കേട്ടിട്ടുള്ള, കാരണം 50 വർഷമായിട്ട് ആ എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർക്കാനായിട്ട് ഒരു ശത്രുവിനും കഴിഞ്ഞിട്ടില്ല. അത്രയും പേര് കേട്ടിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തുകൊണ്ട് അവരുടെ അകത്ത് കയറി ഇറാൻ ബോംബിട്ടു എന്നുള്ളതാണ്. അതായത് അവർ ഇറാന് വിറ്റ അവരുടെ ഫൈറ്റർ ജെറ്റ് കൊണ്ട് തന്നെ അവരുടെ സൈനിക താവളത്തിൽ കയറി ബോംബിട്ടു എന്നുള്ളതാണ് ഇറാൻ. കഴിഞ്ഞ ദിവസമാണ് ഈ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും നാളും ഇറാനിലെ നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. അമേരിക്കക്കൊന്നും കാര്യമായതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ. അമേരിക്കയുടെ നാശനഷ്ടങ്ങളെക്കുറിച്ച് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർ പറയിപ്പിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പുറകെ നടന്ന് ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും വെടിനിർത്തൽ കരാറിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. സമാധാനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലൊന്നുമല്ല. കാരണം ഇനി നാശം സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലായി എന്നുള്ളതാണ് വാസ്തവം. ഇതുപോലുള്ള കണക്കുകൾ വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ്. സത്യത്തിൽ ഇറാന്റെ ശക്തി എന്താണെന്നുള്ളതും അവരുടെ പവർ എന്താണെന്നുള്ളതും അമേരിക്കയും ഇസ്രായേലും ശരിക്ക് അറിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളും അറിഞ്ഞു ഇറാൻ എന്താണെന്നുള്ളത്.